അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്താണെന്ന് പറയും, നല്ല ചൂടുള്ള ടോപ്പിക്കാണ്. കാരണം എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നലെ. കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് നല്ലതുപോലെ നടന്നിട്ടുള്ളൂ. എന്താ ഹംസമായി ഞാൻ. ഹംസം അങ്ങനെയല്ലേ പറയാ, രണ്ടുപേരെ തമ്മിൽ ഒന്നിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. ഞാനും റോഹിത്തും മറ്റേ ഡയറക്റ്റ് ആയിരുന്നു ലൈൻ അടിച്ചത്. നമ്മുടെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു ലൈൻ അടിച്ചത്. ഹംസം പ്രാവ് ഒന്നും ഇല്ലായിരുന്നു. ഭയങ്കര വിഷമമായി പോയി അതെനിക്ക്. പക്ഷെ എന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിന് ഞാൻ ഹംസമായിട്ട് നിന്ന് എന്റെ ഒരു പേഴ്സാണ്. പേഴ്സ് കളഞ്ഞു പോയി, അതെടുക്കാൻ പോകുന്നു, അങ്ങനെ അവർ സെറ്റ് ആവുന്നു. അപ്പൊ അതൊരു ഹംസമാണല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രോക്കർ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും താങ്കൾ സെൽഫായിട്ട് ഹംസമായിട്ടുണ്ടോ? ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നിപ്പിക്കുക എന്നുള്ളതിലുപരിയായിട്ട് ചിക്കൻ ഫ്രൈനോടുള്ള ആർത്തിയായിരുന്നു എനിക്ക്. ചിക്കൻ ഫ്രൈനോടുള്ള ആർത്തി. എന്റെ ഒരു കൂട്ടുകാരന് ഒരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂട്ടുകാരന്റെ പേരൊന്നും ഞാൻ പറയല്ല, കാരണം വീണ്ടും ഞാൻ ഏറല്ലോ. അപ്പൊ അപ്പൊ വിഷ്ണുവല്ല വിഷ്ണു എനിക്കാ ചിക്കൻ ഫ്രൈ മേടിക്കാൻ ഇപ്പൊ പറഞ്ഞാൽ മേടിച്ചല്ലോ. അവന് ആ പെണ്ണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളാണെങ്കിൽ എന്റെ ക്ലാസ്സില്. ഇവനൊരു ജോലിക്കാരനുമായിരുന്നു. എനിക്കറിയായിരുന്നു ജന്മത്തിൽ ഇവര് തമ്മിൽ ഒന്നിക്കൂലെന്ന്. എന്നിട്ടും ആ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 മാസക്കാലം ഞാൻ അവനെ നല്ല രീതിയിൽ ബ്രോക്കറായി നിന്നുകൊണ്ട് പറ്റിക്കുകയും ചിക്കൻ ഫ്രൈ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നുണ പറയുകയല്ല, സത്യസന്ധമായിട്ട് ഞാൻ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അവനോട് ഞാൻ തന്നെ പറഞ്ഞു, കാരണം ആ പെണ്ണും വേറൊരുത്തിനും കൂടി പോണത് എന്റെ കഷ്ടകാലത്തിന് ഇവൻ കണ്ട്. അതോടുകൂടി എന്റെ ചിക്കൻ ഫ്രൈ കട്ട്. ചിക്കൻ ഫ്രൈയുടെ കാര്യം അവിടെ നിക്കട്ടെ. ട്രിവാൻഡ്രത്ത് കേശവസ്വരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, PMG ഉണ്ട്, മ്യൂസിയം ഉണ്ട്, വിദേശ രാജ്യങ്ങളായ പാളയം, സ്റ്റാച്ചു, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ കോളേജുകളാണെങ്കിൽ ഇഷ്ടം പോലെ അല്ലെ. ഇപ്പോഴും നമുക്കിപ്പോ ഡിമാൻഡ് കുറഞ്ഞല്ലോ, ഇത് ബ്രോക്കർ ഡിമാൻഡും കുറഞ്ഞല്ലേ. ഇപ്പോഴും മാർക്കറ്റിൽ വാല്യൂ ഉള്ള ലവർ ബോയ് ഇവിടെ ഇരിപ്പുണ്ടോ ചോദിക്കേ. കേക്കട്ടെ, ഞാനും പക്രുചേട്ടനൊക്കെ നിത്യവരോ. എന്താണ് അറിയേണ്ടത് എലിയ? ഇതുപോലെ എപ്പോഴെങ്കിലും ഹംസമായിട്ട് നിന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് ചിലപ്പോ അമ്മയുടെ അടുത്ത് വന്ന് നല്ലൊരു പെങ്കൊച്ചുണ്ട് നമ്മുടെ മോന്, അങ്ങനെ ഏതെങ്കിലും? ഉണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ പള്ളിയില് ഒരു ആന്റി ഉണ്ട്. നമുക്കൊക്കെ 21 വയസ്സാകാൻ കാത്തിരിക്കും. വന്നിട്ട് മോനെ കല്യാണമല്ലോ. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയെ വീട്ടിൽ നിന്ന് ഓട്ടിക്കും കേട്ടോ. അമ്മ വന്ന് കമ്പനി അടിച്ചിട്ട് വെക്കോ ഈ കല്യാണമല്ലോ. അങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു. ഭയങ്കര കാശെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചുമ്മാരി നോക്കിയപ്പോഴത്തേന്. എന്നിട്ട് ഞാൻ വേറെ പഠിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ എന്റെ കസിൻ ബ്രദർ ഉണ്ട്. അവന് 21 ആവാൻ 2 മാസം കൂടെ ഉള്ളു. അപ്പം കെട്ടിക്കാന്ന് പറഞ്ഞ് അവനെയും കൊണ്ടുപോയി പെണ്ണ് കാണിച്ചിട്ട് കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ അവനെ പൂര തെറി വിളിച്ചിട്ട്, കാരണം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇവിടെ ഇങ്ങനെ തമാശ പറയണേ ഉള്ളൂ. അവരെ ശാപമാണെന്ന് തോന്നി ഇപ്പോഴും ഞാൻ അത് ഞാൻ സമ്മതിക്കില്ല. മണിക്കുട്ടൻ ബ്രോന് ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികളെ എനിക്കറിയാം, നേരിട്ടറിയാം. എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. എന്തിനാ വിപിൻ എന്താ ആ പെൺകുട്ടിക്ക് നമ്പർ കൊടുക്കാത്തെ? എനിക്കാ ഇഷ്ടമല്ല, എനിക്ക് ഇനി എല്ലാരും സൈലന്റ് ആയിട്ട് എല്ലാവരും പ്രിയ പ്രേക്ഷകരെ ക്യാമറ ഇങ്ങോട്ട് തിരികെ, 8 ക്യാമറ ഇങ്ങോട്ട് തിരികൂ. അതെ, എല്ലാം തിരികട്ടെ. കഥകൾ വരാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇല്ല, അതിന് മാത്രമൊന്നുമില്ല. ചിക്കൻ ഫ്രൈഡ് അത്ര ഇല്ല. വലിയ സാധനങ്ങളാണോ? അല്ലല്ല, അതൊന്നുമില്ല. ഈ ഹംസത്തിന് ഏറ്റവും മികച്ച ഹംസം അങ്ങനെ ഒരു അവാർഡ് കോളേജിൽ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോ എനിക്ക് കിട്ടുന്നത് ഉറപ്പല്ലേ? കാരണം ഒന്ന്, എന്റെ ഫിഗർ കൊച്ചുകുട്ടികളുടെ പോലെ ഇന്ന് താടിയും മീശ ഇങ്ങനത്തെ അന്നെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഈ പെൺകുട്ടികളോടൊക്കെ എടുത്തു പോയിരിക്കുമ്പോ ആർക്കും ഒരു ഡൗട്ട് തോന്നൂല. അപ്പൊ ചേട്ടന്മാരും നമ്മുടെ കൂടെ ഉള്ള കൂട്ടുകാരും എല്ലാരും ഒന്ന് വെപ്പറടാ, അങ്ങനെ ഒരു വഴിക്ക് പോകുന്നല്ലേ, ഒരു ഉപകാരം എന്നുള്ള നിലയിൽ പലതും അങ്ങനെ ഇട്ടുകൊടുത്ത് ഒരുപാട് പേരുടെ പുഷ്പിച്ചിട്ടുണ്ട്. ചിലത് ഇതുപോലെ തകർന്ന് മറ്റേ കരിഞ്ഞ ചിക്കൻ ഫ്രൈ പോലെ ആയിട്ട്. പക്ഷെ അതൊന്നും ഹംസത്തിന് പ്രശ്നമല്ല. എപ്പോഴെങ്കിലും ഒരു കൂട്ടുകാരന് വേണ്ടി പ്രൊപ്പോസൽ പറഞ്ഞ പെൺകുട്ടിക്ക് തിരിച്ച് പക്രുചേട്ടനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഞാൻ മരിക്കണം.